ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ ഇന്ന് ചെയ്യാൻ പോണത് നമ്മുടെ തൊഴിലിന്റെ തന്നെ ഒരു ഐറ്റം ചെയ്യാം. മിക്കവരും ചോദിച്ചു നിങ്ങളുടെ തൊഴിലിന്റെ ഐറ്റം ഓരോന്നായിട്ട് കാണിച്ചു തന്നോന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ കൂട്ടുകാർ പറഞ്ഞ ഒത്തിരി വീഡിയോസ് ചെയ്യാനുണ്ട്. ഓരോ കൂട്ടുകാരും പറഞ്ഞ അത് ചെയ്യും, പിണങ്ങരുത് ഞങ്ങളോട് അല്ലേ. പിന്നെ അപ്പൊ കൂട്ടുകാരെ, ഇന്നതേ നമ്മുടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ചിപ്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ചിപ്സിന്റെ വീഡിയോയാണ് ഇന്ന് ചെയ്യാൻ പോണത്. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് സുഖം തന്നെയാണ്. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ വീഡിയോ കാണുന്നത് തന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ അടുക്കളയിലായിട്ട് പോകാൻ നിന്ന് പറയുന്നില്ല, കാരണം അടുക്കളയിൽ തന്നെ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. കൂട്ടുകാരെ, ഞാൻ പണി തുടങ്ങാൻ പോവാൻ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇട്. പച്ചക്കറിയുടെ കറ പോകാനാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും. എനിക്കും അറിയാവേ, കാരണം നമ്മളുടെ തൊഴിൽ കൂടി ആയ കാരണം നമുക്കത് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മുടെ തൊഴിലെന്ന് വെച്ചാൽ നമ്മുടെ അത് ചെയ്യാൻ പണിക്കാരനുണ്ട്. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്ക് കാ പൊളിച്ചിടാം. പച്ച ഏത്തക്ക പൊളിച്ചിടാം. അതെ, ശരണ്യ ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്, പൊളിക്കാനായിട്ട്. ശരണ്യ രാവിലെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. അതെന്താണ് ശരണ്യ? ഞാൻ അത് കൂടി ഇങ്ങനെ ഞാൻ മറിയത് ശനി ഇതോന്ന് പറയുന്നത്, പിന്നെ ഞാൻ വന്ന് ഇരുന്നല്ലേ, അതിന് വേണ്ടിയാണ് വേറെ സംഭവം പിന്നെ പറയാം. അപ്പൊ കൂട്ടുകാരെ, നമ്മളിതേ പച്ചക്ക പൊളിക്കാൻ പോവാന്ന്. അപ്പൊ അമ്മ വേറെ പണിയാ ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ വേറെ പണികളില്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് മക്കളെ, ഞാൻ കൂടി ഒന്ന് സഹായിച്ചു കൊടുക്കാൻ എനിക്ക് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ സഹായിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിപ്പോ പറയാ കേട്ടാ. അപ്പൊ ഞാൻ സഹായിച്ചു കൊടുക്കേ. അതെ അതെ. അപ്പൊ രണ്ടുപേരും കൂടി പൊളിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ പൊളിക്കണമെന്ന് അറിയാം. ഇല്ല, അച്ഛൻ കട്ട് ചെയ്ത് കൊടു, ശരണ്യ പൊളിച്ചാ മതി. ശരണ്യ പിച്ചാത്തി അവിടെ താഴെ പോയി. അല്ല, ഇതെങ്ങനെ പൊളിച്ചാ മതി ശരണ്യ. ഞങ്ങൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ പൊളിക്കാനും വറുക്കാനും ഒക്കെ ആളുണ്ട്. അപ്പൊ ശരണ്യ അല്ലേ? അതെ അതെ. ചെയ്ത് പഠിച്ചല്ലേ തന്നെ കറിയാമല്ലാത്ത പണിയൊന്നുമില്ല. തന്നെ എല്ലാം ചെയ്ത് പഠിച്ച ചെയ്താണ്. ഇത്രയും കാര്യങ്ങൾ കടയെന്ന് ഇങ്ങനെ എടുക്കും. ഒരു കാര്യം മറന്നുപോയി, ഞാൻ ഷിജുമോനെ എടുത്തുണ്ട്. അപ്പൊ കൂട്ടുകാരെ, അച്ഛൻ തന്നെയാണ് ശരണ്യ. അതിടാൻ പോയിയാണോ? മഞ്ഞൾ വെള്ളത്തിൽ ഇടാൻ പോയി. ഞാൻ മഞ്ഞൾ വെള്ളത്തിൽ അടുത്തതും ഇട്ട്. ഈ പച്ചക്കായന്റെ തൊലിയും കൂടി തോരൻ വെച്ചാൽ നല്ല രുചിയാണ്. പക്ഷെ അത് ശരിയാണ്. ആദ്യം തൊലിയുടെ പുറത്തൊന്നും ചെറുതായിട്ട് ജീവി കളയണം, അല്ലെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പൊ. അതെ അതെ, തോരൻ വെച്ചിട്ടുണ്ട് പച്ചക്കായയുടെ ഇതുകൊണ്ട്. പിന്നെ ഇതെല്ലാം കൂടി എന്നൊക്കെ ഞാനൊന്ന് വന്നു പോയതാണോ പച്ചക്കായ? അയ്യോ. അപ്പൊ കൂട്ടുകാരോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഒന്നും വിചാരിക്കരുത്. നമ്മളെ അച്ഛൻ്റെ കയ്യെ ഇങ്ങനെ ചെറിയൊരു പാടുണ്ട്. പക്ഷെ അത് 1.5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. 1.5 വർഷം ഉള്ളിലില്ല, ഓയിൽമെന്റ് ഒക്കെയാണ്. പക്ഷെ ഇത് 1.5 വർഷമായുള്ളൂ തുടങ്ങിയിട്ട്. ചെറുതായിട്ട് കയ്യെ വന്ന് അത് വലുതായി, പിന്നെ തലയിലുമൊക്കെ ചെറിയ രീതിയിൽ വന്നുണ്ട്. അപ്പം ഒത്തിരി ഡോക്ടറെ മാറി മാറി കാണിച്ചു. പക്ഷെ ഒരു കുറവ് വരുന്നില്ല അല്ലേ? അപ്പം അത് കാരണം നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ വന്നിട്ട് കുറഞ്ഞതായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അവരോട് ചോദിച്ചിട്ട് ഏത് ഡോക്ടറാണെന്ന്. ഞങ്ങൾ ഒത്തിരി ഡോക്ടർമാരെയൊക്കെ കണ്ട്. അപ്പം മിക്ക ഡോക്ടർമാരും പറഞ്ഞു ഇത് പകരത്തില്ല,
അതുപോലെ ഇതുകൊണ്ട് അച്ഛന് മറ്റ് ദോഷങ്ങളൊന്നുമില്ല, മറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞ്. ഇത് എന്തോ ഒരു സ്കിന്നിൽ വന്നൊരു ഇതാണെന്ന് പറഞ്ഞു. അപ്പം എന്നാലും ഇത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കൂടിയൊക്കെ ഒന്ന് അറിയാമെങ്കിൽ പറഞ്ഞു തരിക. അല്ലെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കുക. അതെ അതെ അതെ, നമ്മുടെ നമ്പർ ഇതിലുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറിന് താഴെ നമ്മുടെ നമ്പറുണ്ട്. അച്ഛനാണ് തിരക്കിലാണ്. ഷിജുമോൻ ഇങ്ങനെ പറഞ്ഞിരിക്കണോണ്ടല്ലേ ഞാനൊന്നും പറയാം. ഷിജുമോൻ പറഞ്ഞതിന് അപ്പുറത്ത് വേറെ ഒന്നും വേണ്ടല്ല. മകനല്ലേ പറഞ്ഞത്, ആർക്ക് വേണ്ടിയാ പറഞ്ഞത്? അച്ഛന് വേണ്ടി പറഞ്ഞു. അപ്പൊ ഞാൻ കേട്ടിരുന്ന് അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും ഉണ്ടായിരുന്നു കേട്ടിരുന്നത്. അല്ലെങ്കിൽ അത് എനിക്ക് പറയാൻ പറ്റില്ല, മകനെ വേണ്ട എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല, ഷിജുമോൻ എന്ന് അത് എനിക്ക് വേണ്ടിയാണെന്നുള്ള ഒരു ബോധം എനിക്കുണ്ട്. അതാണ് കാര്യം. അപ്പൊ കൂട്ടുകാരെ, കോട്ടയത്ത് എവിടെയോ ഒരു ഡോക്ടർ ഉണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞായിരുന്നു, പക്ഷെ എവിടെയാണ് അല്ലേ, അത് എവിടെ നിന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതെ, നമ്മുടെ പഴം വർത്താനം പറഞ്ഞിരുന്നപ്പോ ഇത്രയും പൊളിച്ചു തീർന്നു. എന്നത് പൊളിച്ച് അമ്മ പറയണ പൊളിച്ചു തീർന്നപ്പോഴാണ് അമ്മ വന്നത്. അമ്മക്ക് അപ്പുറത്ത് പണിയുണ്ടായിരുന്നു. ആണ്, അതെനിക്ക് മനസ്സിലായി. അത് തന്നെയല്ല, അമ്മ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ഥലവും കൊച്ചു കുറവാണ്. പിന്നെ കുറച്ചല്ലേ ഉള്ളു, ഒത്തിരി നമ്മള് പോയി പറക്കുന്നില്ലല്ലോ. അതെ അതെ അതെ, അമ്മേനെ പിന്നെ കാരണം നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മിഷ്യൻ വർക്കാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് ചെയ്യുന്നതാണ്, നമ്മുടെ വീട്ടിലെ കാര്യത്തിന് വേണ്ടി ചെയ്യണം. അപ്പൊ അമ്മ ബാക്കി കാര്യങ്ങളിൽ മതി. പൊളിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി എണ്ണ ആദ്യം തന്നെ എണ്ണ കയ്യെ പറ്റിയത് നമ്മൾ ആ കായുടെ കാറ കയ്യെ പറ്റാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ കയ്യത്തെ. ഇപ്പൊ കൈയൊക്കെ നോക്കിയാൽ കയ്യെ കറ പറ്റിയ അതാണ്. അപ്പൊ ശരണ്യയുടെ കയ്യിൽ ഇച്ചിരി കാണിച്ചു കൂടെ കണ്ട, ഇത് കണ്ട ഇല്ല ഇല്ല, അമ്മ എന്നെ ചെയ്തിട്ട് അമ്മയെ നടപ്പത് പൊടിച്ച പോലെയാണ് വാങ്ങുന്നത്. തന്നെ എന്തെങ്കിലും പറഞ്ഞു തന്നെ കിടക്കണം. അതെ അതെ അതെ. അപ്പൊ എന്നിട്ട് നമുക്ക് അരിയാൻ തുടങ്ങാം. അപ്പൊ കൂട്ടുകാരെ, പഴം ചിപ്സ് ചെയ്യണ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ പെട്ടിക്കിട്ട് പഴം കളറാകും മുമ്പ്, പെട്ടിക്കിട്ട് എടുത്ത് ഏകദേശം കളറാകും മുമ്പ് നീളത്തി അരിയുമ്പോൾ പഴം ചിപ്സും ആകും. അപ്പോൾ കൂട്ടുകാർ ചിലപ്പോൾ അതിൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചേക്കാം. നമ്മൾ ചിപ്സ് അല്ലേ ചെയ്യുന്നത്? അതെ അതെ. അപ്പോൾ കൂട്ടുകാരെ, മഞ്ഞവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, കറയെല്ലാം പോയി കിടക്കുക. അപ്പോൾ നമുക്കൊന്ന് ഉരയ്ക്കാം. ഇതിങ്ങനെ ഉരച്ച് അതിൻ്റെ ആ തരിതരിപ്പൊക്കെ മാറ്റി ഗ്ലേസിങ് ആക്കണം. അതായത് അതിൻ്റെ കറ കളയണം ഉരച്ച് ചുറ്റിനും, അല്ലേ? അങ്ങനെയാണ് ഇത് ചെയ്യണത്. അങ്ങനെ നന്നായിട്ട് ഉരക്കണം. അപ്പം അത് ശരണ്യതേ കണ്ട ഇങ്ങനെ നന്നായിട്ട് ഉരച്ച് അതിൻ്റെ ആ തരിതരിപ്പൊക്കെ മാറിക്കഴിയുമ്പോൾ അപ്പം കൂട്ടുകാരെ ഇതെല്ലാം അതെ കൂട്ടുകാരെ, ഞാൻ തേച്ച് കഴുകി നല്ല പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. എന്താ ശരണ്യ എല്ലാം സെറ്റാക്കിയല്ല കൂട്ടുകാരെ? ഇത് കണ്ട നമ്മുടെ കൊട്ടയും കോരികയും അതുപോലെ എണ്ണയൊക്കെ ചൂടാക്കാം ഒഴിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ വെള്ളത്തിരിച്ച് കലക്കി എടുക്കട്ടെ. ശരി ശരി. മറ്റേ ഇതിനൊഴിക്കാനല്ലേ? വറുത്ത് കോരും മുമ്പായിട്ട് ഒഴിക്കണം. അപ്പൊ ശരി ശരി, അതുകൂടി ചെയ്തു പോയി. ശരണ്യ, എന്താ നമ്മുടെ കൂട്ടുകാരി അതെന്നാന്നൊന്ന് പറഞ്ഞു. ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചത്. നമ്മുടെ കൂട്ടുകാർ ഇന്നലെ പറഞ്ഞ മറ്റേ ഉരക്കണ സാധനം. അപ്പൊ അത് ഇതില് സംശയം ഇപ്പൊ പഴാണെങ്കിൽ പഴം കുത്തി നിർത്തിക്കൊണ്ട് ലാസ്റ്റ് വരുമ്പോ ഇതുമേ വെച്ച് ഇങ്ങനെ ഉരക്കണം. ഇങ്ങനെ ഉരക്കുമ്പോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായില്ല. നമ്മുടെ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കാനിട്ടാണ്. എന്താ ശരണ്യയുടെ കൈയും ഇതും പൊക്കെ കിട്ടുമ്പോൾ എണ്ണ തിളക്കി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ ശരണ്യ ചെയ്തോളൂ കേട്ടാ. അതെ അതെ അതെ. അമ്മേ, നമ്മുടെ അമ്മേനെ കാണുന്നില്ല കേട്ടാ. അപ്പൊ മക്കളെ തുടങ്ങിക്കോട്ടെ. അതെ അതെ അതെ. കണ്ടാ കൂട്ടുകാരെ,
നേരിട്ട് ഒരച്ച് അച്ഛാ കൈ കളയരുത്. ലാസ്റ്റ് വല്ല മറ്റേ ആ ഇതുമേ ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ നമ്മൾ ചെയ്യണതല്ലേ, പണിയൊക്കെ ചെയ്യണതല്ലേ. അതെ അതെ അങ്ങനെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാനിവിടെ തന്നെ ഉണ്ട്. ആയിക്കോട്ടെ. എന്താണെന്നറിയാവോ? നിൽക്കട്ടെന്ന് നേരം എണ്ണയൊക്കെ തെറിച്ച് വീഴും. നേരാണ് ശരണ്യ. ശരണ്യ മാറി നിൽക്കുക. ശരണ്യ അടിപൊളിയായിട്ട് അച്ഛൻ അരിഞ്ഞല്ല. അരിഞ്ഞിട്ടുണ്ട്. ആ ഞാനൊരു നടക്കണ്ടായോ? അതെ 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 കണ്ട അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അച്ഛനും അമ്മ എന്തൊക്കെ അവിടെ പറയുന്നുണ്ട്. അത് പാത്രം വെക്കണ കാര്യം പറഞ്ഞ ആണോ? അതിവിടെ കേട്ടായിരുന്നു, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ ആ പാത്രം മാറ്റി വെച്ചിടാൻ പറഞ്ഞു. അതെ അപ്പൊ ഇനി ഇതൊന്ന് പതയൊക്കെ ഒന്ന് പതയൊക്കെ മൊത്തം മാറി കഴിഞ്ഞ് നമുക്ക് ഈ മഞ്ഞൾ വെള്ളം ഇപ്പൊ കളറായി വരെയാണ് തന്നത്തെ. ഇനി നമ്മൾ ആ മഞ്ഞ വെള്ളം ഒഴിക്കുമ്പോഴല്ല ഉപ്പും മഞ്ഞ വെള്ളം കൂടി കലക്കിയിട്ടില്ല. അതെടുത്ത് നമ്മള് മൂത്ത് കഴിയുമ്പോ നമ്മളൊന്ന് നിറക്കും. നമ്മളെ അമ്മ കണ്ട അമ്മേനെ കാണിച്ചില്ലെന്ന് ഒരു പരാതി പറയരുത്. അമ്മ ഇവിടെ അടുക്കളയിലെ മറ്റു പരിപാടിയിലായിരുന്നു, ജോലിയിലായിരുന്നു. അതെ 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 ആ മൂത്ത് വരട്ടെ എന്നിട്ട് കാണിക്കാൻ ബാക്കി. ശരണ്യ എന്താ അപ്പൊ ഇതിന്റെ പതയൊക്കെ കുറഞ്ഞല്ലോ. കുറഞ്ഞിന് നമുക്ക് ഈ മഞ്ഞവെള്ളം ഉപ്പ് വെള്ളം കൂടെ കലക്കിയിരിപ്പുണ്ട്. അത് നമുക്ക് ഇച്ചിരി ഒഴിക്കാം. മാറി നിന്ന് സൗണ്ട് കേൾക്കും. ഒരു സ്പൂൺ പോരെ? 2 സ്പൂൺ ഒഴിച്ച് ഇളക്കി കൊടുക്കച്ച. ഇനി അതൊന്ന് റെഡിയാകട്ടെ. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ചിപ്സിനൊക്കെ കളർ വന്നു തുടങ്ങി, നല്ല കളറായി. അപ്പൊ കൂട്ടുകാരെ ഇത് കോരാനായിട്ടുണ്ട്. കിറുകിടാനുള്ള ശബ്ദം കേൾക്കാറുണ്ട്. ആണോ? ആ നേരാ, ശരിയാ ശരിയാ, അതെ അതെ. അപ്പൊ അങ്ങനെ കോരിക്കൊണ്ടിരിക്കുകയാണ് ശരണ്യ. ശരണ്യ സൂക്ഷിക്കണം കേട്ടാ. അത്രയും കോരി എന്നിട്ട് ബാക്കി കോരാം. അപ്പൊ വെച്ച് ആട്ടണൊക്കെ കണ്ട. എണ്ണ പോത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ കൊട്ട കൊട്ടയിലാട്ട് ഇട്ട് കൂട്ടുകാരെ അങ്ങനെ അരിഞ്ഞിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനും മകളും കൂടി വീണ്ടും പാചകം തുടങ്ങിയിരിക്കുകയാണ്. ശരണ്യ എന്തോ എങ്ങനെയുണ്ട്? നല്ല ചിപ്സാണ്. തിന്ന് നോക്കിയാണ്. ഇപ്പൊ കൂട്ടുകാരെ കണ്ട ചിപ്സ് കണ്ട നല്ല അടിപൊളിയായിട്ട് രണ്ടാമതേയും ഇട്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ട നല്ല ചിപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ ഇത് മൊത്തം വാരിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ശരി ശരി ശരി. കൂട്ടുകാരെ ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? അപ്പോൾ കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് പറയണ്ടല്ലോ. കൂട്ടുകാരെ ഇതെല്ലാം വറുത്ത് കോരി വെച്ചിട്ട് കൊട്ടക്കെട്ടാക്കി. അപ്പോൾ കൂട്ടുകാരെ നിങ്ങളും എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിലൊരു ആവശ്യത്തിന് മാത്രമാണ് വറുത്തത്. ഇതിന്റെ ഒരു സന്തോഷം വേറെ ഉണ്ട്. അത് നമ്മള് വേറെ സ്ഥലത്തിട്ടാണ് നമ്മൾ വറുക്കുന്നത്. ഇത് നമ്മുടെ ചെറിയൊരു അടുക്കളയിലെ ശരണ്യയുടെ പാചകം മാത്രം. അതെ അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ഞങ്ങളെയൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ? സന്തോഷമാണ്. അതെ അതെ. അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്തൊരു ദിവസം വരുന്നതാണ്.